ഇതെന്ത് ബിരിയാണി എന്ന് മനസ്സിലായാ? യെസ്, കല്ലുമ്മക്കായ ബിരിയാണി. ഇത് ഞാൻ ഉണ്ടാക്കിട്ട് വന്ന ടേസ്റ്റ് അല്ലാട്ടാ. ഇത് പഠിച്ചോന് കല്ലുമ്മക്കായ്ക്ക് ജന്മനാ ഒരു ടേസ്റ്റ് എടുത്തിട്ടേ അത്. പക്ഷെ ഈ ചോറും കൂട്ടി കഴിക്കുമ്പോ അത് എന്റെ കൈവാണ്. അത് എനിക്ക് മാത്രമില്ല കൈവല്ലാട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലല്ലേ. ഈ ഒരു സാധനത്തിന് നിങ്ങളെ നാട്ടിൽ എന്ത് പേരാ പറയാന്ന് പറയണേ. ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ. ഇതുണ്ടല്ലോ നമുക്കങ്ങനെ എപ്പം കിട്ടുന്നതല്ല കേട്ടാ, എപ്പെങ്കിലും മാത്രമേ കിട്ടല്ലോ. അങ്ങനെ കിട്ടിയാൽ തന്നെ നമ്മൾ മാസ്റ്റർ പീസ് സാധനം ഉണ്ടല്ലോ, കല്ലുമ്മക്കായ നിറച്ചത്, അത് മാത്രമേ ഇതിനെക്കൊണ്ട് ഉണ്ടാക്കല്ലോ. ഇന്ന് നമുക്കിത് ബിരിയാണി ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പം ആദ്യം തന്നെ അത് തോടോടുകൂടി നമുക്കൊന്ന് പൂങ്ങിയിട്ട് എടുക്കണം കേട്ടോ, പുഴുങ്ങി എടുക്കണം കേട്ടാ. എന്നിട്ട് അത് നമുക്ക് അതിൻ്റെ തോടുന്ന് റിമൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാണിൻ്റെ മസാല ഉണ്ടല്ലോ അത് ഉണ്ടാക്കട്ടെ. കുറച്ച് തൈരൊക്കെ ഒഴിക്കണേ. അങ്ങനെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് ഉള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് നല്ല നെയ്യും വെള്ളവും മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സെറ്റപ്പ്, അതൊക്കെ ചെയ്തിട്ട് ദമ്മിടുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ യൂട്യൂബിൽ കൊടുക്കട്ടെ. എനിക്കൊരു ഐഡിയ കിട്ടിയില്ലേ, ഇതറിയാത്ത ആരുണ്ടാവും നമുക്ക് തോന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതാ ക്രാഫ്റ്റി കിക്സിനുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് എൻ്റെ തന്നെ 2 സൈസിലുള്ള പോളറോയിഡ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതുപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസും ഫ്രെയിമെല്ലാം വേണമെങ്കിൽ നിങ്ങൾ ആ പേജ് ഒന്ന് ചെക്ക് ചെയ്യാട്ടാ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ലേ, അതും ഞാൻ എപ്പോഴും പറയുന്നതാണല്ലേ, പക്ഷെ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടാ. അത്രയും ടേസ്റ്റാണ്. ഞാൻ തന്നെ ഇത് പറഞ്ഞ് എത്ര തിന്നറിയാം എൻ്റെ അപ്പനോ. അങ്ങോട്ട്